14 വയസ്സിൽ ലോറി ഓടിക്കും. 14 വയസ്സിൽ ഞാൻ ലോറി ഓടിക്കുമായിരുന്നു. ഭയങ്കര പെർഫെക്ഷനാണ്. ആ വണ്ടിയാണല്ലോ നമ്മുടെ മറ്റേ കോൺഫിഡൻസ് ഗ്രുപ്പില് റോയ് സാറിന് ഇഷ്ടപ്പെട്ടിട്ട് റോയ് സാർ വീഡിയോ കണ്ട് എന്റെ വണ്ടി വിളിച്ചു. ഒരു വണ്ടി ഉള്ളവന്റെ പോക്കറ്റിലെ കാശുണ്ടാവുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്. 10 വണ്ടി ഉള്ളവന്റെ പോക്കറ്റിൽ കാശുണ്ടാവില്ല. അത് അന്നും അതെ ഇന്നും അതെ. ഇന്നിപ്പോ നമ്മൾ 50 വണ്ടി ഉള്ളവനെ വലിയ മുതലാളി, 1 രൂപ അവന്റെ പോക്കറ്റിൽ ഉണ്ടാവില്ല. ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്, ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ലൈഫിൽ ഉണ്ടാവുന്നത് എന്തായിരുന്നു? ആ വഴിത്തിരിവ് കാര്യങ്ങളുണ്ടല്ലോ. വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. വീഡിയോ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടാം. രക്ഷപ്പെടാനും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ദുബായിക്കും പോകണ്ട, ഇങ്ങോട്ടും പോകണ്ട, ഈ നാട്ടിൽ തന്നെ രക്ഷപ്പെടാം. പണ്ട് വീഡിയോ എടുത്തുകൊണ്ട് മൊബൈലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എന്നെ കളിയാക്കിയിരുന്നു കല്യാണങ്ങൾ ചെയ്ത്. അവൻ വീഡിയോ എടുത്ത് എന്തായി എല്ലാവരും പറയും നീ അതൊക്കെ ഇതാണ്. അതല്ല, വലിയത് കാണണം എന്ന് പറഞ്ഞാൽ യൂസഫ് അലി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണണം. പണത്തിന് പ്രത്യേകിച്ച് വാല്യൂ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയുന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് മുഖവുരകളുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന മേഖലയെക്കുറിച്ചെല്ലാം എല്ലാവർക്കും നല്ല ധാരണയുണ്ടാകും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡിനേക്കാൾ ഉപരി നജീബ് സൈനുൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. സൈനുൽസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ സാരഥി നജീബ്. ഇന്ന് ഹോട്ട് സീറ്റിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നജീബ് സ്വാഗതം ഈ ഹോട്ട് സീറ്റിലേക്ക്. ആർക്കും വലിയ രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ഈ മുഖവും ഈ സൗണ്ടും ഈ സംസാര രീതിയൊക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം കേട്ട് പരിചയമുള്ള ഒന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന, ഒരുപാട് ആളുകളുടെ എന്താ പറയുക, ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കാരം കൊടുത്ത ഒരു ബ്രാൻഡാണ് സൈനുൽ. അതിനേക്കാൾ ഉപരി നജീബ് സൈനുൽ, അങ്ങനെ തികച്ചു പറയണം അല്ലേ? നജീബ് വെള്ളക്കൽ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നജീബ് സൈനുൽ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നജീബ് സൈനുൽ. ഓക്കെ, ഞാൻ ഇക്കലേക്ക് വരാം. ഇക്കയുടെ സ്വദേശം എവിടെയാണ്? എന്റെ സ്വദേശം എടപ്പള്ളി ടോൾ ഉണിച്ചിറ എന്ന് പറയും. ഉണിച്ചിറ എന്ന് പറയുന്ന സ്ഥലം. പ്രോപ്പർ കൊച്ചിക്കാര്. ഉണിച്ചിറയില് ഫാദറായിട്ട് അവിടെ തന്നെ ജനിച്ചു വളർന്നൊക്കെ അവിടെ തന്നെ ഫാദർ. വിദ്യാഭ്യാസം ഒക്കെയോ? ഇപ്പൊ 10th കഴിഞ്ഞ് ഓട്ടോമൊബൈൽ ഡിപ്ലോമ, മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം അതൊക്കെ ഉള്ളൂ. എന്നാ പറ്റിയ ഈ ഒരു വണ്ടി എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഭയങ്കര ഒരു ആകർഷണമാണ്. വണ്ടിയിലേക്കുള്ള ആ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരുന്നു? വണ്ടിയിലേക്കുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇപ്പോൾ ഫാദറായിട്ട് വണ്ടി ഇവിടെ ബിസിനസ് ആയിരുന്നു. ലോറി ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെക്കണ കാലത്ത് വീട്ടിൽ ലോറിയാണുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് കാറൊക്കെ ഉള്ളതെന്ന് പറയുന്ന പോലെ അന്ന് ലോറിയാണ്, വലിയ വണ്ടിയാണ്. അപ്പം അന്ന് വാപ്ചിക്ക് ഇതേപോലെ മോഡേൺ ബ്രിഡ് കമ്പനിയുടെ ഓട്ടോ ഒക്കെ വാപ്ചിയ ലോറിയിലൊക്കെ കയറി പോവാറുന്ന സമയത്ത്. അപ്പം അങ്ങനെ വണ്ടീനോടുള്ള ഇഷ്ടം, അന്ന് വണ്ടി കയറി പോവും, വണ്ടി എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എപ്പോഴും അതിനോടാണ് കൂടുതൽ ഭ്രമം. ഇപ്പോഴത്തെ പിള്ളേര് കാർ ഓടിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ലോറി ഓടിച്ചാ പഠിച്ചത്. അതെ, നമ്മൾ ലോറി ഓടിച്ച് അത് എന്ന് വെച്ചാൽ ഒരു 14 വയസ്സ് ഉള്ള ആ ഒരു സമയം പോലൊക്കെ ലോറി ഓടിക്കും. അതെൻ്റെ ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിക്കും, ഇവൻ ലോറി ഓടിച്ചിട്ടുണ്ട്, ഇവൻ എന്ത് കാണിക്കണത്. 14 വയസ്സിൽ ലോറി ഓടിക്കും. 14 വയസ്സിൽ ഞാൻ ലോറി ഓടിക്കുമായിരുന്നു. അന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ പോലെ ഉള്ളല്ലോ. അന്നൊക്കെ ലൈസൻസ് ഇപ്പൊ MVD കേൾക്കണ്ട. ഇപ്പൊ MVD കേട്ടാലും കുഴപ്പമില്ല. അന്ന് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് MVD ഒക്കെ അന്ന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ പോലെയുള്ള ആ ഒരു ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാരൻസിന് അതിൻ്റെ ഒരു അങ്ങനെയുള്ളതൊന്നും അന്നില്ലല്ലോ. അങ്ങനെ ലോറിയൊക്കെ ഓടിച്ച് ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ആയി. അന്നത്തെ ലോറി ഓട്ടമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതെന്നല്ലേ? അതെ. ഓക്കെ, ഇക്ക ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് എത്രാമത്തെ വയസ്സിലാ? ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 വയസ്സിലാണ്. അതുവരെ ഈ വണ്ടിയും ലോറിയും നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ ആയിട്ട് നടന്നു. അതെ. അന്നാ ലോറി കയറി നടക്കുമായിരുന്നു. പഠിക്കാൻ പോവാ, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലോറി കയറി പോവും, ഡ്രൈവറിന്റെ കൂടെ പോവും. അപ്പൊ അത് അന്നൊക്കെ പറഞ്ഞാൽ ലോറി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. ഇന്ന് ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വിലയില്ല. അന്ന് ലോറിയൊക്കെ ഓടിച്ചിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കാണുമ്പോൾ, കോളേജ് പിള്ളേരൊക്കെ ലോറി എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാരണം വാപ്പിച്ചൊക്കെ ആ ഒരു വണ്ടി മേടിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റിയത്. ഓക്കെ, ആദ്യത്തെ സംരംഭം തുടങ്ങുന്നത് 19ാമത്തെ വയസ്സിലാണ്. എന്തായിരുന്നു സംരംഭം? ട്രാവൽസ് വണ്ടിയാണല്ലോ. രക്ഷപ്പെടാത്തൊരു പരിപാടി ട്രാവൽസ്. അത് വണ്ടിയിലുള്ള ഇഷ്ടമാണല്ലോ. അപ്പൊ ഇഷ്ടത്തില് അങ്ങനെ ആയിപ്പോയി.
അപ്പോൾ അതൊരു ചെറിയൊരു വണ്ടി, അന്ന് ഏത് മോഡലാന്ന് എനിക്ക് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു 95 ഒക്കെ 1995 തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതേപോലെ ഒരു ടെമ്പോ ട്രാവലർ ഏതോ ഒരു വളരെ മോഡൽ കുറഞ്ഞൊരു വണ്ടി വാപ്പിച്ചിനെ പറ്റിച്ച് ഒരു 10-20,000 രൂപ വാപ്പിച്ച് തന്ന് 10-40,000 വാപ്പിച്ച് പോലും അറിയാതെ ഒപ്പിടിച്ച കൊടുത്ത് ലോണൊക്കെ എടുത്ത്, എനിക്കറിയില്ല എങ്ങനെയൊക്കെ ലോണൊക്കെ എടുത്തെന്ന്. അങ്ങനെ ലോണൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു വണ്ടി ഞാൻ ഓടിച്ചു, കുറേ നാൾ ഓടിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വണ്ടിയും കൂടി എടുക്കാൻ തോന്നി. കാരണം ഒരു വണ്ടി ഉള്ളവന്റെ പോക്കറ്റിലെ കാശുണ്ടാവുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്. 10 വണ്ടി ഉള്ളവന്റെ പോക്കറ്റിൽ കാശുണ്ടാവില്ല. അത് അന്നും അതെ ഇന്നും അതെ. ഇന്നിപ്പോ നമ്മൾ 50 വണ്ടി ഉള്ളവനൊക്കെ പോകാൻ വലിയ മുതലാളി, ₹1 അവന്റെ പോക്കറ്റിൽ ഉണ്ടാവില്ല. മൊത്തം ലോൺ അടയ്ക്കാനേ ലോണായിരിക്കുള്ളൂ, ലോണും മൊത്തം പ്രശ്നങ്ങളായിരിക്കുള്ളൂ, പ്രശ്നങ്ങള്. അങ്ങനെ ആ വണ്ടി എടുത്തു, അതിൽ ഡ്രൈവറിനാക്കി. ഈ വണ്ടി ഞാൻ ഓടിച്ചു, ഡ്രൈവർ ഓടിച്ചു. അങ്ങനെ കൂടി ഏതാണ്ട് ഒരു കൊറോണ വരികയാണ്. കൊറോണ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 35 വണ്ടി, പോക്കറ്റിൽ കാശില്ലാട്ടാ, മനസ്സിലായ? അപ്പോഴാണ് കൊറോണയും കൂടി വന്നു. കൊറോണയും കൂടി പോയി, കയ്യിൽ നിന്ന് പോയി എല്ലാം. പക്ഷെ ഈ കോവിഡ് ആണ് ആ ഒരു സൈനുൾ അല്ലെങ്കിൽ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എന്താ പറയുക, ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നത്. ഞാനൊക്കെ ഇക്കാനെ അറിയുന്നത് ഒരു ട്രാവൽസ് നടത്തുന്ന, സൈനുൾസ് എന്ന് പറഞ്ഞ ട്രാവൽസ് നടത്തുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ സാരഥിയായിട്ടല്ല. 15 വണ്ടി ആംബുലൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് സമൂഹത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് നമ്മൾ നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്നത്. എന്തായിരുന്നു ഇക്കൊക്കെ അങ്ങനെ ഒരു തോട്ടിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് എനിക്ക് ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. എനിക്ക് വണ്ടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വർക്ക്ഷോപ്പ് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് നടത്തിയോണ്ട് വണ്ടികൾക്ക് ഇടാനുള്ളൊരു സൗകര്യവും കിട്ടി. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഇലക്ട്രീഷ്യൻ ഇതേപോലെ തന്നെ പാലക്കാടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഇതേപോലെ ഒരു കൊറോണ ആ സമയത്ത് എല്ലാവർക്കും വന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് വന്നു. ആ സമയത്ത് കൊറോണ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇപ്പൊ ആൾക്കാർ കൊറോണ വന്നുകൊണ്ട് ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. അന്ന് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് വലിയൊരു പ്രശ്നമാണ്. കൊറോണക്കാരനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കിടന്ന് വിറക്കും കിടന്ന് പേടിച്ചിട്ട്. ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇവന് കൊറോണയുള്ള എന്ത് ചെയ്യും, ഇവന് വീട്ടിൽ കൊണ്ടാക്കണ്ടേ. അങ്ങനെ നേരെ നോക്കുമ്പോൾ ആംബുലൻസ് ഒക്കെ അവിടെ എല്ലായിടത്തും വിളിച്ചു, എങ്ങുമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും വണ്ടികൾ 10-35 വണ്ടി വെറുതെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ കിടക്കാണ്. ലോണും അടയ്ക്കാൻ പൈസയില്ല, ഒന്നുമില്ല കയ്യില്. ആ സമയത്ത് ഇതിങ്ങനെ കിടക്കാം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു വണ്ടിയിൽ അവനെ കൊണ്ടാക്കാം, അതേ മാർഗമുള്ളൂ, എനിക്കിവനെ കൊണ്ടാക്കിയേ പറ്റുള്ളൂ. ഞാൻ നേരെ ഒരു ഡ്രൈവറിനെ വിളിച്ച് അവന് മറ്റേ PPE കിറ്റ് എന്താ പറയുക സാധനം, അതൊക്കെ മാസ്ക് ഒക്കെ വെച്ച് മാസ്കും എല്ലാം സെറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ലോഹയൊക്കെ ഇടിച്ച് നേരെ ഡ്രൈവറിന്റെ സീറ്റിൽ കയറ്റിയിരുത്തി ഇവനൊരു ചെറിയൊരു ഇതൊക്കെ വിരിച്ചു കൊടുത്ത് അതിൻ്റെ ഇത് ചെയ്ത് ഇവനെ നേരെ പാലക്കാട് കൊണ്ടുപോയി ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിത് കിട്ടുന്നില്ല, ഈ സാധാരണക്കാരന് എനിക്ക് ഇത്രയും കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇത് വെറുതെ കിടക്കണേണ്. ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ, എനിക്ക് വീഡിയോ ഇടാനൊന്നും അറിയാൻ പാടില്ല അന്നൊന്നും, ഫേസ്ബുക്ക് ഇങ്ങനെ അറിയാം, ഫേസ്ബുക്ക് ഉണ്ടെന്നറിയാം. അങ്ങനെ ആ ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട്, എൻ്റെ ഇത്രയും വണ്ടികളുണ്ട്, ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടി. മന്ത്രിയുടെ ഇപ്പോൾ ഈ രാജീവ് അന്ന് പുള്ളി MLA ആകാൻ നിൽക്കുന്ന സമയമായിരുന്നു, MLA ആയി നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചു നജീബ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, പ്രോത്സാഹനം ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇത്രയും വണ്ടികൾ അങ്ങോട്ട് ആക്കാം. വർക്ക്ഷോപ്പിൽ കയറ്റി സ്ട്രക്ചറൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് നേരെ വണ്ടി ആംബുലൻസ് ആക്കിയാണ് വിട്ടു. ആദ്യം ഒരു 3 വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആവശ്യങ്ങൾ വന്നു. എല്ലാ പഞ്ചായത്തും, മിക്ക പഞ്ചായത്തുകളിലും നമ്മുടെ വണ്ടി നമ്മുടെ ഡ്രൈവർമാരുടെ ആ സമയത്ത് ഓടിയത്. അപ്പൊ ഈ നമ്മുടെ വണ്ടി ട്രാവൽസിന് വേണ്ടിയിട്ടുള്ള ആ വണ്ടി മുഴുവൻ നമ്മൾ പൊളിച്ചു മാറ്റി സീറ്റൊക്കെ മാറ്റിയിട്ട് ആംബുലൻസ് ആക്കി. സീറ്റെല്ലാം അഴിച്ചു മാറ്റി ഞാൻ തന്നെ ഓക്സിജനും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു, അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. എനിക്ക് പറ്റിയൊന്നും അറിയില്ല. ഞാൻ എന്നിട്ട് ഇത് ഗൂഗിളിൽ നോക്കി പഠിച്ച് എത്ര ഇത് കണക്ട് ചെയ്യണം, ഒരാൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിനുള്ള കണക്ക് വേണമല്ലോ, വെറുതെ വല്ലതും വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് പഠിച്ച് ഇത് ഇത്ര എനിക്കിപ്പോൾ മറന്നുപോയി. അപ്പോൾ ആ ഓക്സിജൻ സിലിണ്ടറെല്ലാം സെറ്റ് ചെയ്തു, ഒരാൾക്ക് കിടക്കാനായിട്ടുള്ള ഇത് ചെയ്തു. എത്രയോ പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി, ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടാക്കി, ഇത്ര ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നറിയോ. പക്ഷെ എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതെന്ത് ചെയ്യും, കൊറോണയൊക്കെ ഒരു ഇതൊക്കെ ഒതുങ്ങി, കൊറോണ ഒതുങ്ങി, ആംബുലൻസ് ആയിട്ട് പോയി വണ്ടിയൊക്കെ തിരിച്ചു വരുന്നു. പിന്നെ ഈ വണ്ടികൾ എന്നാ ചെയ്തു? പിന്നെ ഈ വണ്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണവരെല്ലാവരും അതിന് വില കുറച്ച് കാണാൻ തുടങ്ങി. കാരണം കൊറോണ ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് മാർക്കറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ വന്നില്ലേ കൂടുതലും, പിന്നെ ആർക്കും താല്പര്യമില്ലാതെ പിന്നെ കിട്ടിയ വിലക്ക് ഒക്കെ കൊടുത്തു. ബാങ്കിൽ നോക്കുമ്പോൾ 80 ലക്ഷം രൂപ ഇങ്ങനെ നിൽക്കണം. അന്ന് ട്രാവൽസിന് വേണ്ടി എടുത്ത 20 വർഷം മുമ്പ് എടുത്ത 80 ലക്ഷം രൂപ, 15 വർഷം മുമ്പ് എടുത്ത, അന്ന് കൊറോണക്ക് മുമ്പ് 15 വർഷം മുമ്പ് എടുത്ത ആ എമൗണ്ട് ഒരു വ്യത്യാസമില്ല, അതിങ്ങനെ നിൽക്കുന്നുണ്ട് ബാങ്കിൽ. നമ്മൾ അടയ്ക്കണതൊക്കെ പലിശയിലേക്ക് മാത്രം പോകുന്നുണ്ട്.
ഫുള്ള് പലിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൊറോണ സമയത്ത് നടക്കലൊന്നുമില്ലല്ലോ, അടക്കനെ എവിടെ നിർത്തി അടക്കാനാ, ഒന്നുമില്ലല്ലോ. വണ്ടികളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴും 80 ലക്ഷം അങ്ങനെ തന്നെ നിൽക്കണം. വലിയൊരു അതാണ് ട്രാവൽസ്. ഒരു ട്രാവൽസ് നടത്തുന്നവൻ്റെ ഏറ്റവും വലിയ ഒരിതാണ്. നമ്മൾ കൊറോണ ഒന്നുകൊണ്ടായിരിക്കാം, അന്നേരം അതാണ് റോളിംഗ് ആണല്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അറിയാതിരുന്നത്. അന്ന് ഇൻഫോ പാർക്കിൽ ഒരു തോളം എല്ലാ കമ്പനികളും ഞാനായിരുന്നു കോൺട്രാക്ട്. അവിടെ എൻ്റെ വണ്ടി കൂടാതെ 10-100 ചില്ലാനം വണ്ടികൾ ഞാൻ അറ്റാച്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമൗണ്ടുകൾ ലക്ഷങ്ങളൊക്കെ വരും. ഇതൊക്കെ ഇങ്ങനെ റോളിങ്ങിലായിരുന്നു. അവസാനമാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു പ്രസ്ഥാനം നഷ്ടമായിരുന്നു എന്നുള്ള, നമ്മൾ നിർത്തിയപ്പോഴാണ് അറിയണത്. ഇത്രയും വണ്ടി വിറ്റ് അതിന്റെ പൈസ തീർത്ത് കഴിഞ്ഞിട്ടും ഈ 15 കൊല്ലം മുന്നേ എടുത്ത ലോൺ അവിടെ നിൽക്കുകയാണ്. അതേ തുക അങ്ങനെ നിൽക്കണം. അതുകൂടാതെ ഇവര് ബാങ്കുകാർ ഈ കൊറോണയുടെ എന്തോ ഒരു ഇതെന്ന് പറഞ്ഞൊരു എമൗണ്ട് ഒക്കെ തന്ന സമയത്ത് ഇത്ര പെർസെന്റേജ് അതും വാങ്ങിച്ചു നമ്മള്, അതും കിടക്കണം. അത് വേറെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-95 ലക്ഷം രൂപ അടുത്തുണ്ടായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടൽ ആ സമയത്ത്. പക്ഷെ അവിടെയാണ് ഇക്കാടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്, ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ലൈഫിൽ ഉണ്ടാവുന്നത്. എന്തായിരുന്നു ആ വഴിത്തിരിവ്? എങ്ങനെയാണ് ഈ സൈനുകൾ എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനി പിന്നീട് ഇങ്ങനൊരു ട്രെൻഡായി വണ്ടിയുടെ ഒരു ഓട്ടോമേഷനിലേക്കും അല്ലെങ്കിൽ വണ്ടിയുടെ കസ്റ്റമൈസേഷനിലേക്കും മോഡിഫിക്കേഷനിലേക്കൊക്കെ വരുന്നത് ഒരു തിരിച്ചറിവായിരുന്നു? എന്തായിരുന്നു ആ തിരിച്ചറിവ്? അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ 2 കുട്ടികളുണ്ട്. ഞാൻ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ്. കാരണം എൻ്റെ വീട്ടിൽ അന്ന് ഞാൻ ഒരു ഫ്ലാറ്റിൽ, കാരണം ചേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മാറി അങ്ങനെ താമസിക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഫ്ലാറ്റിൻ്റെ വാടക കൊടുക്കണം. 2 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, വൈഫ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു വരുമാനം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതും ഇപ്പം കൊറോണ സമയത്ത് ഈ കൊറോണയുടെ ഈ ആംബുലൻസ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അത് നമ്മളൊന്നും അറിയാതെയൊക്കെ പോയി. എങ്ങനെയൊക്കെയോ അത് നമ്മുടെ ചിന്ത മൊത്തം ആളുകളെ സഹായിക്കുക എന്നുള്ള രീതിയിലുള്ള ചിന്തയായതുകൊണ്ട് കുറെ മാസങ്ങൾ അങ്ങനെ നമുക്ക് പോയി. നമ്മുടെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടോന്നു അങ്ങനെയാണ് പോയാണ്. ഇത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇനി എന്ത് ചെയ്യും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഡൽഹിയിൽ പോകാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പോകുന്നത്. തണുപ്പുള്ള സമയത്തേ പോകുള്ളൂ, ചൂടുള്ള സമയത്ത് എനിക്ക് ഇഷ്ടമല്ല അവിടെ പോകാൻ. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കും. അങ്ങനെ ഇതേപോലെ ചെറിയൊരു വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് ചെറിയ വില ഒരു സാറ് പൈസയൊക്കെ ലാഭത്തിനൊക്കെ കൊടുക്കുന്ന പരിപാടി അന്നുണ്ട്. എൻ്റെ കൂടെ 2 പേരും കൂടി ഉണ്ട്. അങ്ങനെ ഇവർ പോകുമ്പോൾ ഇവരൊക്കെ റൂമിലിരിക്കും, ഞാനിങ്ങനെ നടക്കും. എനിക്കിങ്ങനെ എപ്പോഴും വണ്ടിയുടെ ഇതാണല്ലോ, വണ്ടിയിൽ ഫിറ്റ് ചെയ്യണ ഓരോ സാധനങ്ങളെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഓടിയിട്ട് ഞാൻ അപ്പോൾ ടെമ്പോ ട്രാവലറിൻ്റെ മിറർ, സൈഡ് മിറർ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ് കിട്ടാൻ. പെട്ടെന്ന് കിട്ടാറില്ല, ഓർഡറൊക്കെ കൊടുക്കണം. അപ്പോൾ ഡൽഹിയിൽ ഇത് മാർക്കറ്റിലുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ നിന്ന് അത് എടുത്ത് ഇവിടെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ച് നമുക്ക് ഫേസ്ബുക്കും കാര്യങ്ങളുണ്ടല്ലോ, വീഡിയോ എടുക്കാനൊന്നും അറിയില്ല, വീഡിയോ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടാം എന്ന് കരുതി അങ്ങനെ വന്ന് മിററൊക്കെ എടുത്തിട്ട്, ഇതാണ് മിറർ, ഇത്ര എനിക്ക് പറയാനറിയാൻ പാടുള്ളൂ, ഇത് ടെമ്പോ ട്രാവലറിൻ്റെ മിററാണ്, ഇത് ആവശ്യമുള്ളവർ വിളിക്കുക, ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇത്രേ പറയുള്ളൂ, കഴിഞ്ഞു. എന്നിട്ട് നേരെ ഞാൻ പോസ്റ്റ് ചെയ്യും. ഒരു ചാനൽ ഉണ്ടാക്കി ഞാൻ ഫേസ്ബുക്കിൽ, എൻ്റെ അന്ന് എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചാനൽ തുടങ്ങിയത്. എന്നിട്ട് അതിലിട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മിറർ കൊണ്ടുവന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു ഈ ലൈറ്റ് ഉണ്ടോ, ആ ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഇതൊക്കെ ഉണ്ട്, ഡൽഹിയിലുണ്ടല്ല, നേരെ വിളിച്ചു പറയും, അവിടെ നിന്ന് അവർ അയച്ചു തരും, ഇവിടെ കൊണ്ടുവന്നിട്ട് അതും വീഡിയോ എടുക്കും, ഇത് ഇന്ന വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിടും. ഇങ്ങനെ ആയി കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചോദിക്കുന്നതാണ് ഇത് ഞങ്ങളിത് എങ്ങനെ ഫിറ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ടൊന്നും കറക്റ്റ് വർക്ക്ഷോപ്പുകളൊന്നും ഇല്ലല്ലോ, അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പാടില്ലേ, ഇക്കാക്ക ഒരു ചെറിയ വർക്ക്ഷോപ്പുകൾ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെറിയൊരു 5 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് വർക്ക്ഷോപ്പായിട്ട് നമ്മൾ പോകുന്നത്. നജീബ് സൈനുൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പിറവി അവിടെ നിന്നാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ഒറ്റ മിററിൽ നിന്ന് തുടങ്ങി ഇന്നിക്ക ഒരു കംപ്ലീറ്റ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി ഇക്കടെ കൈ കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് തരും. ഇങ്ങനെ ആദ്യത്തെ വണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നത് ആരുടെ വണ്ടിയായിരുന്നു, ഏത് വർഷമാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് എനിക്കത് ആരുടെ വണ്ടിയാന്നുള്ളൊരു ഓർമ്മ കിട്ടുന്നില്ല. ഭാരത് ബെൻസ് ലോറിയാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഭാരത് ബെൻസ് ലോറികൾ ഉണ്ടായിരുന്നു, ടാറ്റയുടെ ലോറികൾ. അപ്പോൾ ആ സമയങ്ങളിൽ ഈ ഞാൻ കൊടുക്കുന്ന സാധനം ടെമ്പോ ട്രാവലർ അതുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറേ സാധനങ്ങളല്ല കൊടുക്കണേ. അപ്പോൾ അത് ചെയ്യുന്ന സ്ഥലങ്ങളില്ല, അത് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഒരു ഭാരത് ബെൻസ് മോഡിഫൈ ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ വളരെ കുറവാണ്, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ആ സമയത്ത് അതില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല മാർക്കറ്റായിരുന്നു. അപ്പോൾ അന്ന് ഏതോ ഭാരത് ബെൻസാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് അങ്ങനെ പോയത്.
നമ്മൾ ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വണ്ടിയിൽ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ഒരു വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കും? നമ്മൾ മെയിനായിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റീരിയോ അങ്ങനെ ഐറ്റംസ്, സൈഡ് ബോഡി പെയിന്റിങ്ങുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ സീറ്റ് അപ്പോൾസറി, പിന്നെ ഫ്ലോറ്. ചിലവരെന്ന് വെച്ചാൽ ചില വണ്ടികൾ ഇറങ്ങുമ്പോൾ ഫ്ലോറ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിലക്ക് വീണ് കഴിഞ്ഞാൽ മാറ്റൊക്കെ ഇതായി. ഇപ്പോൾ അതുകൊണ്ട് പ്ലൈവുഡ് ഒക്കെ ഇട്ടൊരു ഫ്ലോറ് പരിപാടി, പിന്നെ ചെറിയ പെയിന്റിങ്ങുകൾ, ഡിസൈൻ വർക്കുകൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മെയിനായിട്ട് വണ്ടികളിൽ. അപ്പം അതും ചെയ്യാനായിട്ടുള്ള വർക്ക്ഷോപ്പുകളും ഉണ്ട്, എങ്കിലും കുറവാണ്. പക്ഷെ ഇക്കാനെ എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡ് ആക്കുന്നത് അർബാനി എന്ന് പറയുന്നൊരു ബ്രാൻഡും അതിന്റെ വണ്ടികളുമാണ്. അർബാനി മേടിക്കുന്ന ഒരാളുടെ മനസ്സിൽ ആദ്യം ഓർഡർ ചെയ്തുന്ന നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് സെറ്റാക്കി തിരിച്ചു തരുമെന്നാണ്. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ട്രെൻഡാക്കി. അതൊരു ട്രെൻഡാക്കി. നമ്മൾ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യാതെ പറ്റില്ല. നമ്മളെ പറ്റി ആരും നല്ലത് പറയൂല. എന്നെ പറ്റി ഒരാൾ മോശമായിട്ട് പറയാൻ 10 പേര് പറയും, നല്ലത് ഇതുവരായിട്ടും എനിക്ക് തോന്നുന്നുള്ള ആരും പറയും. സ്വന്തക്കാർ പോലും. കാരണം ഞാൻ പണ്ട് വീഡിയോ എടുത്തുകൊണ്ട് മൊബൈലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും എന്നെ കളിയാക്കിയിരുന്നത് കല്യാണങ്ങൾ ചെയ്ത് അവൻ വീഡിയോ എടുത്ത് എന്തായി, ഈ സ്വന്തക്കാരും ബന്ധക്കാർക്കും എന്നെ മതി ഇപ്പോ. മനസ്സിലായില്ലേ? ഇപ്പോ എന്നെ വേണം. അന്ന് അവർക്കൊന്നും നമ്മളൊരു മോശക്കാരനായിരുന്നു, നമ്മൾ പൊട്ടനായിരുന്നു, മണ്ടനായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കഷ്ടതയിൽ കൂടെയൊക്കെ വളർന്നു വന്ന ഒരാളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് എന്താ പറയുക, ഫാമിലി പരമായിട്ടാണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് എതിർപ്പുകളും ഒക്കെ വന്ന് മുന്നോട്ട് വന്ന ഒരാളാണ്. ഞാൻ ചോദിക്കാൻ പറ്റിയായിരുന്നു, കാരണം ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത് എന്തോ വലിയ തെറ്റായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇക്ക വളരെ ധൈര്യത്തോടെ വന്നിട്ട് ഇത് മിററാട്ടോ, ഇത് മറ്റേ ഈ പാർട്സ് ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കളിയാക്കലുകൾ ഇക്കാക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? പിന്നില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കമന്റ് ഒക്കെ വരും. ചിലവര് സ്വന്തക്കാരും ബന്ധക്കാരും കമന്റ് കേൾക്കണത്, വീഡിയോയുടെ കമന്റ് വരും. എന്തെന്ന് പണിയില്ലേ, ഇവൻ പൊട്ടനാണോ മണ്ടനാണോ എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ ഒരുപാട് വരാറുണ്ട്. ഞാൻ അന്നൊക്കെ കമന്റുകൾ നോക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പഠിച്ച് കമന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, 3500 കമന്റ് ഉണ്ട്. എനിക്ക് വായിക്കാൻ പറ്റില്ല. ലവ് ചിഹ്നം അതൊക്കെയാണ് കൂടുതലും. പിന്നെ അതിന്റെ ഡെയിലി ചിലവന്മാരുണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല. 3500 കമന്റ് വന്നേക്കണേൽ 5 പേര് ഇങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒക്കെ കമന്റുകൾ വരും. നമ്മളതൊന്നും നോക്കരുത്, മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോവുക. അത് തന്നെ നമ്മുടെ ഒരു ഇതുള്ളൂ. ഇക്കൊക്കെ ഈ മോഡിഫിക്കേഷൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന വണ്ടി ഏതായിരുന്നു? സാറ്റിസ്ഫാക്ഷൻ തന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു അർബാനിയെ സ്വന്തമായിട്ട് വാങ്ങിച്ചായിരുന്നു. എന്റെ ട്രാവൽസിലേക്ക് വാങ്ങിച്ചിട്ട് ഞാനത് 6 മാസം ഇട്ടു. അപ്പോൾ എൻ്റെ വണ്ടി പണിയാനായിട്ട് പറ്റണില്ല. കാരണം മറ്റുള്ള വണ്ടികൾ വന്നേക്കുന്നതുകൊണ്ട് എൻ്റെ വണ്ടി തിരക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ വണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കണം. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണല്ലോ, എൻ്റെ വണ്ടി വന്നിരിക്കുന്നു, ഈ വണ്ടി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സംഭവമായിട്ട് പറയാനാണ്. അപ്പോൾ ഈ കാണുന്നവർ വരണവരൊക്കെ ജിബുക്കാടെ വണ്ടിയോട് കിടപ്പുണ്ട്, ഒന്ന് പോയി നോക്കുമ്പോൾ എന്താ അങ്ങനെ നടക്കണ്ടാവും. പണിയുള്ള 6 മാസം കഴിഞ്ഞിട്ട്, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 6 മാസം വെറുതെ കിടന്ന്, എന്നിട്ട് 1 മാസം കഴിഞ്ഞാൽ മണ ഇറക്കിയത്. പക്ഷെ ആ വണ്ടി ഭയങ്കര പെർഫെക്ഷനാണ്. ആ വണ്ടിയാണല്ലോ നമ്മുടെ മറ്റേ കോൺഫിഡൻസ് ഗ്രൂപ്പില് റോയ് സാറിനെ ഇഷ്ടപ്പെട്ടിട്ട് റോയ് സാർ വീഡിയോ കണ്ട് എൻ്റെ വണ്ടി വിളിച്ചു. പുള്ളി വണ്ടി കണ്ട് വണ്ടി കയറി. പുള്ളിക്കയുടെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് നമുക്ക് തരണേ, പുള്ളിക്ക് 3 കോടി രൂപ നഷ്ടമാണ്. എനിക്ക് തന്നെ ഒന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുള്ളിയുടെ ആസ്തി വെച്ചിട്ട് അദ്ദേഹം എൻ്റെ വണ്ടി കയറി, ഞാനായിട്ട് സംസാരിച്ചു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളിൽ സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം. എന്തോരം തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുള്ളി പറയും, ഞാൻ സാധാരണക്കാരനാണ്. മിക്ക വീഡിയോയിലും പുള്ളി പറയാറുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരേ ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷെ ദൈവമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരേ ആൾക്കാരാണ്. അവരൊറ്റ വാക്ക് മതി പുള്ളിക്ക്. ആ പുള്ളിയുടെ ഒരൊറ്റ വാക്ക് നമ്മളൊന്ന് മനസ്സിലിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ല നമ്മൾ ഓക്കെയാണ്. പിന്നെ പുള്ളി പറഞ്ഞു, ബാംഗ്ലൂർ ടൗണിലെ, പുള്ളി താമസം ബാംഗ്ലൂരാണല്ല, റോൾസ് റോയ്സ് പുള്ളി 10-13 എണ്ണം കൊണ്ടുണ്ട്. ഈ റോൾസ് റോയ്സിൽ പുള്ളി ഇങ്ങനെ പോകുമ്പോൾ പുള്ളി വണ്ടിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, എടോ ഞാൻ റോൾസ് റോയ്സിൽ ഇങ്ങനെ പോകും, എടോ ഓട്ടോറിക്ഷ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകും, ഞാൻ ശശിയാവും. പുള്ളി എന്നോട് പറഞ്ഞ കാര്യമാണ്, ഓട്ടോറിക്ഷ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമുക്ക് നല്ലത് ഓട്ടോറിക്ഷയാണ്. അത്രയ്ക്ക് ഇതായിട്ടൊരു സംസാരിക്കുന്ന ഒരാളാണ് പുള്ളി. ചില ആളുകൾ പരിചയപ്പെടാൻ പറ്റും. അതെ,
ഞാൻ പറയായിരുന്നു ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഇതുപോലെ പല പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. ഇപ്പം എവിടെയോ കിടക്കുന്ന നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ടു, നമുക്കിടയിൽ വന്ന പ്രകാശേട്ടൻ എന്നോ വന്നു സംസാരിച്ചു, നമ്മളൊരു ചേട്ടനെ പോലെ കാണുന്നു, അല്ലെങ്കിൽ ഇക്കാനെ ഒരു ഫ്രീഡത്തോടുകൂടി ഇക്കാന്ന് വിളിക്കാനുള്ളൊരു ബന്ധം ഉണ്ടാകുന്നു. അതൊക്കെയാണ് ലൈഫിൽ നമുക്ക് ഉണ്ടാകാവുന്ന. ബിസിനസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്താൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറച്ച് നല്ല ബന്ധങ്ങളും അവരിൽ നിന്ന് പഠിക്കുന്ന കുറെ പാഠങ്ങളുമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇക്കാടെ മറ്റേ വീഡിയോ ഭയങ്കര വൈറലല്ലായിരുന്നോ? ഓണത്തിന് നമ്മുടെ മൂന്നാറിൽ പോയി സദ്യ റോഡരിയിലിരുന്നുണ്ടാക്കിയ വീഡിയോ. അതെന്തായിരുന്നു ശരിക്കും അങ്ങനെ ഒരു സാധനം ചെയ്യാൻ? സംഭവം ഞാനും വൈഫും പിള്ളേരും കൂടി ഇതേപോലെ ടൂർ പോകും. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ടൂർ എന്ന് പറഞ്ഞൊരു ഭ്രാന്താണ്. ഞാനും വൈഫും പിള്ളേരും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ പോണാണ്. ഞാനും വൈഫും പിള്ളേരും, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂട്ടുകാരന്മാർ ഞാൻ ഡ്രൈവ് ചെയ്യും, അവളും ഡ്രൈവ് ചെയ്യും, ഞങ്ങളൊക്കെ മാറി മാറി ഡ്രൈവ് ചെയ്യും. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ ഓണത്തിന്റെ സമയമാണ്. അപ്പൊ ഓണം ഒന്ന് കളറാക്കണ്ടേ, നമുക്ക് വീഡിയോ ചെയ്യണവരല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് ഒന്ന് കളറാക്കാൻ വേണ്ടി മൂന്നാർ പോയി. നമുക്ക് മറ്റേ വൈറലാവാനുള്ള കണ്ടന്റ് വേണമല്ലോ, എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അങ്ങനെ ചെന്ന് അങ്ങനെ അവിടെ നമ്മുടെ 10-32 വർഷം പഴക്കമുള്ള നമ്മുടെ റോയി ചേട്ടന്റെ ഒരു റൂമൊക്കെ ഉണ്ട്, ഐഡ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ ആ റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഞങ്ങൾ നേരെ വേറെ റൂട്ടിൽ പോയിട്ട് അവിടെ വണ്ടി ഒതുക്കി അവിടെ കിടന്ന് ഉറങ്ങി. വണ്ടിയിൽ ചെറിയൊരു ബെഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രം. അതിനകത്ത് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ വണ്ടിയുടെ അകത്തിരുന്ന് ഞങ്ങൾ മുരിങ്ങക്കോലും പച്ചക്കായും മൂന്നാർ ടൗണിൽ പോയി വാങ്ങിച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ എല്ലാം അരിഞ്ഞ് ഇവിടെ സെറ്റായിട്ടാണ്. സ്റ്റൗ എല്ലാം സെറ്റല്ലേ. അവിടെ വണ്ടിയുടെ അകത്ത് തന്നെ ഇരുന്ന് ഒക്കെ സെറ്റാക്കി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് സദ്യ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇളക്കി. ഇതൊന്നുമല്ല, എല്ലാ സാധനങ്ങളും ഞാൻ വീഡിയോ കണ്ടായിരുന്നു. മറ്റേ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കണു, മറ്റേ മോള് മറ്റേ പച്ചക്കറി ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. സൈഡിലൊരു ടെന്റും ഉണ്ടായിരുന്നു. അതെ അതെ, അതിന്റെ അകത്തുള്ള വാങ്ങിച്ചാണ് അതിന്റെ തിരുന്ന് കഴിക്കാൻ വേണ്ടിട്ട്. പിന്നെ മഴ വല്ലതൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. എനിക്ക് തോന്നുന്നു അന്ന് മൂന്നാർ ടൗണില് നിങ്ങളുടെ വണ്ടിയായിരുന്നു ചർച്ചാ വിഷയം ഓണത്തിന്. ഭയങ്കരമായിട്ട് ആ വണ്ടി അവിടെ ചെന്നാലും ആൾക്കാർ, അതിനൊരുപാട് ഫാൻസ് ഉണ്ട് ആ വണ്ടിക്ക്. ആ വണ്ടി ഭയങ്കര രസം കാണാനായിട്ട്. അപ്പൊ അത് ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് അവിടെ കുറെ ആൾക്കാർ വന്നിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, കുറെ സ്ഥാനത്ത് തോറ്റുപോയി, കുറെ സ്ഥാനത്ത് ജയിച്ചു. ഇന്ന് ഒരു സൈനൂസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഇക്കാക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരായ പിള്ളേരോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയണ്ടല്ല, അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ള എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക. എല്ലാവരും പറയും നീ അതൊക്കെ ഇതാണ്, അതല്ല വലിയത് കാണണം എന്ന് പറഞ്ഞാൽ യൂസഫ് അലി ഹെലികോപ്റ്ററിൽ വന്ന അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണണം. എന്നാലാണ് നമുക്ക് ചെറിയൊരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. സ്വപ്നം കാണണം. എപ്പോഴും നമ്മളെപ്പോഴും ഓരോന്നിനെ കുറിച്ച് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇതൊന്നും വേണ്ടല്ല. എല്ലാവരും ഐഫോണില്ലേ, ഇപ്പൊ ഫോണുകളില്ലാത്ത ഐഫോണില്ലാത്ത പിള്ളേരാരുള്ള. ഈ ഐഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ബ്രാൻഡ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുക. വേണ്ട, ഈ ഇരിക്കുന്ന ഒരു കപ്പായാൽ മതി, ആ കപ്പ് വാങ്ങിക്കുക. കപ്പ് നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ചിട്ട് അന്ന് വീഡിയോ ഇട്ട് നോക്കി, എൻ്റെ കയ്യിൽ ഒരു കപ്പുണ്ട്, ഇതാണ് അതിൻ്റെ വില, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നതാണ്. 10 പേര് വിളിക്കും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ വഴി മുന്നോട്ട് വന്ന ഒരാളാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ എത്രയോ പിള്ളേർക്ക് ഇത് ക്ലാസ് പോലെയൊക്കെ അവർ വിളിക്കുമ്പോഴൊക്കെ മൊബൈൽ വഴിയൊക്കെ ഞാൻ ചില ഈ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പിള്ളേരാണ്. ഞാൻ എന്നാലും വിടൂല അവരെ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. രക്ഷപ്പെടാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ദുബായിക്കും പോകണ്ട, ഇങ്ങോട്ടും പോകണ്ട, ഈ നാട്ടിൽ തന്നെ രക്ഷപ്പെടാം. മനസ്സുണ്ടായാൽ മതി. രക്ഷപ്പെടാൻ എന്നുള്ള മനസ്സ് പോകണം. അല്ലാതെ വൈകുന്നേരം ആകുമ്പോൾ വേറെ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല. അങ്ങനെ കണ്ട വലിയ സ്വപ്നം എന്തായിരുന്നു? ഞാൻ എപ്പോഴും കാണും. ഇപ്പൊ റോയ് സാറ് ഹെലികോപ്റ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ഹെലികോപ്റ്റർ റോയ് സാറ് ഇറങ്ങിയ സീനാണ് ഇപ്പൊ മുഴുവൻ കണ്ടോണ്ടിരിക്കണ. ഇപ്പൊ മനസ്സിലേ? അതെ, സ്വപ്നങ്ങൾ നമുക്ക് കാണാമല്ലോ. സ്വപ്നങ്ങളാണ്, നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട ചെലവില്ല. നമ്മൾ കാണാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കണം, നാളെ എന്തായിരിക്കണം, നാളെ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന ആളുടെ ഇത് കാണണം. പിന്നെ ഞാൻ കൂടുതൽ ഈ വീഡിയോസുകൾ യൂട്യൂബിൽ ഉള്ള കുറേ വീഡിയോസുകൾ കാണും. ഈ അത്യാവശ്യം ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്നവരല്ലേ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ളവരൊക്കെ കുറേ വീഡിയോസുകളൊക്കെ ഞാൻ കാണും. അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമ്മുടെ ലൈഫിൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ തുടങ്ങിയ സമയത്താണെങ്കിലും നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കണായിരിക്കും, മൊത്തം ആകെ ഇതായിട്ട് കിടക്കണായിരിക്കും. ഒന്നും
കറക്റ്റ് ആയിരിക്കില്ല. അക്കൗണ്ട്സ് ആണെങ്കിലും അതൊന്നും നമ്മളൊരു പരിപാടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. അതെല്ലാം ആകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലെവലായി കഴിയുമ്പോൾ അതെല്ലാം ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ വായിക്കുകയെ എന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കിട്ടും. നമ്മൾ ഇങ്ങനെ അക്കൗണ്ട്സ് കറക്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് കറക്റ്റ് ചെയ്ത് പോകുന്നതല്ല, അക്കൗണ്ട്സ് നമ്മൾ എല്ലാം ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ പോലും ഇനിയുള്ള കാലത്ത് സ്വന്തമായിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യുമെന്ന് ചിന്തിക്കരുത്. ഡെലിഗേറ്റ് ചെയ്യണം. നമ്മൾ ഓരോരുത്തർക്ക് എന്താണോ അവരവർക്ക് വേണ്ട അക്കൗണ്ട്സ് സെക്ഷൻ തിരിക്കണം, എല്ലാം അവർ ചെയ്യണം. നമ്മളതിന് അവർക്ക് ശമ്പളം കൊടുക്കണേ, അങ്ങനെ ചിന്തിക്കണം. അവർക്ക് ശമ്പളം കൊടുത്തിട്ട് പോലും നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ തന്നെ പണിയെടുക്കരുത്. അല്ലെങ്കിൽ അവരൊന്നും ആവില്ല, അവരൊന്നും ചെയ്യില്ല, നമ്മളതിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പുതിയ പുതിയ ഐഡിയകളൊന്നും ചിന്തിക്കാൻ സമയം നമുക്ക് കിട്ടില്ല. അതല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഷട്ട് ഡൗൺ ആയാൽ ഈ ബിസിനസ്സും ഷട്ട് ഡൗൺ ആയി പോകും. നമ്മളില്ല, ഇപ്പം എനിക്ക് വർക്ക്ഷോപ്പിൽ ഞാൻ ഇന്ന് പോയിട്ടില്ല, ഇന്ന് എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ ഇന്ന് പോയിട്ടില്ല. എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ മാനേജറുണ്ട്, ജനറൽ മാനേജറുണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, എല്ലാവരെയും നമ്മളിങ്ങനെ തീർത്തേനാണ്. എനിക്ക് ഒരാളെ വിളിച്ചാൽ എനിക്കൊരു മൊബൈലിൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് എനിക്കറിയാം. ഇപ്പോഴാണ് കറക്റ്റ് ഒരു ട്രാക്കിലേക്ക് ആയത്. ഒരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പുതിയത് തുടങ്ങുമ്പോൾ ആരും സിസ്റ്റം ആകാൻ നോക്കണ്ട കേട്ടോ. കാരണം ആദ്യം നമ്മൾ ചിലവരുണ്ട് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടേ ഞാൻ ചെയ്യുള്ളൂ, ഇത്ര ലക്ഷം രൂപ ഞാൻ മുടക്കും, അത്ര ഇൻവെസ്റ്റ്മെന്റ്, ഇതൊന്നും വേണ്ട. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് തുടങ്ങിക്കോ. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നമ്മൾ രക്ഷപ്പെടുമെന്ന് അറിയണ്ടേ. ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ട് ചിലർ ഹോട്ടലിൽ തുടങ്ങും, ഭയങ്കര വലിയ സെറ്റപ്പ് അല്ലേ, അതൊന്നും മുന്നോട്ട് പോവില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട്, 3 മാസം കൊണ്ട് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിക്കുന്ന പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോണ കാണുമ്പോൾ. അത് ആ സിസ്റ്റം ആദ്യമേ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഈ കയ്യിലെ കാശ് മുഴുവൻ സിസ്റ്റത്തിലേക്ക് ബിസിനസ് ചെയ്യാൻ കാശുണ്ടാവില്ല. അത് ചെയ്യരുത്. മെയിനായിട്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതാണ്ട്, എനിക്കറിയാവുന്ന നമ്മൾ സാധാരണക്കാരനാണ്, നമ്മളാൽ കഴിയുന്ന ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഇക്കാട് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിന് ഒരു ബുക്ക് വായിക്കുന്നേക്കാൾ ഉപരി വാല്യൂസ് ഉണ്ട് ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തരുമ്പോൾ. ഇക്കാട് ലൈഫിൽ ഇക്കാനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ഒരു വ്യക്തി ആരായിരിക്കും? ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഫാദറിന്റെ ഒരു ഇതും കൊണ്ടാണല്ലോ ഞാൻ ആ വണ്ടിയിലേക്ക് ഇറങ്ങാനും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനും കാരണം. പിന്നെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പം അങ്ങനെ ഇത് പറയാനല്ല, ആണ് എൻ്റെ കൂടെ തന്നെയാണ്. എൻ്റെ കൂടെ തന്നെ എനിക്ക് എല്ലാ ദിവസവും പുള്ളി കൂടെ വേണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. അദ്ദേഹം തന്നെയാണ്, വേറെ നമുക്ക് അതിനകത്ത് പറഞ്ഞു വാപ്പ തന്നെയാണ്, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. വാപ്പയാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. അത്രേ ഉള്ളൂ. വേറെ ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും അതിനുപരി നമുക്ക് ആവില്ല. എന്താണ് സൈനുകളുടെ ഫ്യൂച്ചർ? സൈനുവിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ പുതിയ ഇനിയിപ്പോൾ നമ്മുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറെ അപ്രൂവൽ കാര്യങ്ങളെല്ലാം അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാരവൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അതേപോലെ പൂനെ അങ്ങനെ 2-3 കമ്പനികളായിട്ട് ഇതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കുറേ പ്രൈവറ്റ് ആൾക്കാർ ഇപ്പോൾ സാറിൻ്റെ വണ്ടിയാണെങ്കിലും അത് ചെയ്യണം. അപ്പോൾ അതിന് ലൈസൻസ് വേണം, ലൈസൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈസൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലൈസൻസ് ആണ് വന്നു കഴിഞ്ഞാൽ സൈനുൾസ് പിന്നെ വേറെ ലെവലാണ്. അപ്പം സൈനുൾസിന്റെ അടുത്തേക്ക് കുറെ ഇപ്പൊ നമ്മൾ അർബാനിയെ പറയുന്ന പോലെ കുറെ ക്യാരവാനുകൾ കൊണ്ട് നമ്മളങ്ങ് ഫില്ലാവും. സോഷ്യൽ മീഡിയയിൽ നമ്മളങ്ങ് നിറയ്ക്കുന്നല്ലേക്കാ. ഇപ്പൊ ശരിക്കും പറയാം യൂബർ ഇല്ലേ, യൂബർ കമ്പനി ഉണ്ടല്ലോ, അവരിപ്പോ എല്ലാ സ്റ്റേറ്റിലും ഇപ്പൊ ക്യാരവൺ സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു അർബാനിയാണ് അവര് ഇത് ഫോക്കസ് ചെയ്തതാണ്. അപ്പോൾ അർബാനി ഏതാണ്ട് ഒരു സ്റ്റേറ്റിൽ തന്നെ 100 വണ്ടി എടുത്ത് അവർക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതവർ പലരെയും നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു സൈഡിൽ കൂടി അങ്ങോട്ട് പോയിക്കോളും. അതെ. ഓക്കെ. ഇപ്പൊ ഈ മലയാളികളുടെ ഈ ഒരു യാത്രാ പ്രേമം അല്ലെങ്കിൽ ഈ വണ്ടികളോടുള്ള മോഡിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് എത്രത്തോളം ഇവരുടെ ട്രാവൽ കംഫർട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായി വരുന്നുണ്ട്? അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു കാറ് തന്നെ എടുത്താൽ പോലും ഒരു കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും ആ വണ്ടിയിലൊരു പെർഫ്യൂമെങ്കിലും വാങ്ങിച്ചു വെക്കാൻ തോന്നും. അതൊരു അക്സസറി ആണല്ലോ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് പോലെയാണ്. എത്ര ഇതുള്ള ആളാണെങ്കിലും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ വണ്ടികളെ കുറിച്ച് ഇങ്ങനെ അവർ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഒരാൾ വണ്ടി. ഇപ്പോൾ മേഡം തന്നെ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി ചെയ്തിട്ട് എടുക്കുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുക. സ്റ്റീരിയോ അങ്ങനെയുള്ള അതിന് അതുമായി കംഫർട്ടാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവൽസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ടാക്സി വണ്ടി ആണെങ്കിലും
യാത്രക്കാരെ കംഫർട്ട് നോക്കണമല്ലോ. അതിപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സീറ്റൊക്കെ ആണെങ്കിലും ഏറെ അപ്രൂവലുള്ള രീതിയിലുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. നല്ല ചെയ്തു കൊടുക്കും. മലയാളികൾ കുറച്ചുകൂടി കംഫർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ ഈ കൊറോണ കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ ആളുകൾക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി വിളിക്കുമ്പോൾ 80 കിലോമീറ്റർ 2000 രൂപയല്ല. അപ്പോൾ മൂന്നാർ പോയിട്ട് വരുമ്പോൾ 10,000 രൂപ വരും. കൂടുതലാണ്. അടുത്ത ആൾ വിളിക്കും എത്ര ആൾ ഒരു 8,000 രൂപക്കാർ, അടുത്ത ആൾ വിളിക്കും 7,000 രൂപക്കാർ, 5,000 രൂപ തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആളുകളുടെ അടുത്തൊക്കെ പൈസയായി. ആൾക്കാർ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറയും നജീബേ മറ്റന്നാളൊരു മൂന്നാർ ട്രിപ്പ് ഉണ്ട്, ഫാമിലിയാണ്, അപ്പോൾ ഒന്ന് വിട്ടേക്കണം, മറ്റന്നാളെ പോയിട്ട് മറ്റന്നാൾ വരും കേട്ടോ, ഓക്കെ അല്ലേ, ആ വണ്ടി വിട്ടേക്കാം, ഓക്കെ, തീർന്നു. പൈസ ചോദിക്കുന്നില്ല. ഇപ്പോൾ ഒരു 75% ആൾക്കാരും പൈസയൊന്നും ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല. വണ്ടി ഉണ്ടോ, വണ്ടി വിടുക എന്നുള്ളതാണ്. ആളുകൾക്ക് പൈസക്കൊന്നൊരു വിഷയം. കാരണം ആൾക്ക് മനസ്സിലായി പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് ഒന്നും നേടാനില്ല എന്നാണ് കൊറോണയിൽ നിന്ന് മനസ്സിലായി. അതാണ്. ഇക്കാടെ ലൈഫിൽ പണത്തിന് കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? പണത്തിന് പ്രത്യേകിച്ച് വാല്യൂ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. പണം മാത്രം നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യം. പണത്തിന് അങ്ങനെ വാല്യൂ കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് ആവശ്യം പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇക്കാടെ വീഡിയോസിൽ അല്ലെങ്കിൽ ഇക്കാടെ വീഡിയോയിലെ വൺ മാൻ ഷോ ഇക്കാണ്. ഇവിടെ വന്നപ്പോഴും ഞാനൊരു കേൾവിക്കാരിയാണ്. നന്നായി സംസാരിക്കുന്നു. എനിക്കും കുറേ കാര്യങ്ങൾ ഇക്കയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നേടി, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, സമൂഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. വീണ്ടും മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇട്ടൊരു കോമാളിയായിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത് തുടങ്ങുകയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ അങ്ങനെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടപ്പോൾ. ഇന്ന് ഇക്കാക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ഞാൻ ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോമാളിയാക്കിയവരുണ്ടല്ലോ, കോമാളിയാക്കിയവരും നമ്മളെ കളിയാക്കിയവരും ഉണ്ട്. അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ബെൻസ് ഈ ക്ലാസ്സിലൊക്കെ പോയി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. 5 ഡയലോഗ് പിന്നെ അല്ല, ഇതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ കോമാളിയായിട്ട് തന്നെയാണ് ആ ബെൻസ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇക്ക വന്നൊരു വഴി എങ്ങനെയാണെന്നോ ഇക്കയുടെ ഒരു ട്രാവൽ ജേണി എങ്ങനെയാണെന്നോ ആർക്കും അറിയത്തുണ്ടാവില്ല. ആ ഒരു യാത്ര നമ്മളിലൂടെ പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പൊ അന്ന് അത്രയും വണ്ടികൾ വിറ്റായിരുന്നെങ്കിലും ഇന്ന് വീണ്ടും ട്രാവൽസിലൊക്കെ സജീവമാണ്, വർക്ക്ഷോപ്പിലൊക്കെ സജീവമാണ്. ഒരുപാട് വണ്ടികൾ നമ്മൾ പണിതിറക്കി. നമ്മുടെ ബ്രാൻഡ് ഇന്ന് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. അല്ലെങ്കിൽ നാളെ ഇനി ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡാണ്. ആ യാത്രയിൽ ഇന്ന് മുതൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് വളരാം അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അവരവരുടെ ഒരു വാക്കുകൊണ്ടോ അവരുടെ ഒരു പേരുകൊണ്ടോ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരായിരിക്കും. ഇന്ന് എൻ്റെ ഒപ്പം ഈ ഹോട്ട് സീറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയും അതുപോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി കൊണ്ടും അദ്ദേഹത്തിൻ്റെ സംസാര രീതി കൊണ്ടൊക്കെ. ഇന്ന് അതിനേക്കാൾ ഉപരി ഒരു കച്ചവടക്കാരൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ്റെ വാല്യൂസ് എന്തൊക്കെ മുറുകെ പിടിക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. നമുക്ക് ഇതുപോലെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.